So, what's the chapter title? What's the name of chapter? Always on time. Always on time. time. അതായത് എപ്പോഴും കൃത്യസമയം പാലിക്കുക. ഓൾവേസ് ഓൺ ടൈം, കൃത്യസമയത്ത് എന്നുള്ളതാണ് നമ്മുടെ ഇവിടെയുള്ള ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് പഞ്ച്വാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് പഞ്ച്വാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. യു ഷുഡ് ബി ഓൾവേസ് പഞ്ച്വൽ. പഞ്ച്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ മീനിങ് അറിയാവോ? കൃത്യസമയം പാലിക്കുക. കൃത്യസമയം പാലിക്കുക. ഓൾവേസ് പഞ്ച്വൽ, കൃത്യസമയം പാലിക്കുക. ഓക്കെ, സോ ചാപ്റ്റർ തുടങ്ങണേ. അഗ്രിം വാസ് ആൻ ഒബീഡിയന്റ് ബോയ്. അഗ്രിം എന്ന് പറയുന്ന ഒരാളുടെ പേരാ, ഒരു പയ്യന്റെ പേരാണ്. വാസ് ആൻ ഒബീഡിയന്റ്, അനുസരണയുള്ള, അല്ലെങ്കിൽ ഒരു അനുസരണയുള്ള ഒരു പയ്യനായിരുന്നു. ഹി വാസ് ഗുഡ് അറ്റ് സ്പോർട്സ് ആസ് വെൽ ആസ് സ്റ്റഡീസ്. അവൻ സ്പോർട്സിലും നല്ല ആക്റ്റീവ് ആണ്, ആസ് വെൽ ആസ് സ്റ്റഡീസിലും നല്ല ആക്റ്റീവ് ആണ്. ഹി വാസ് എ വെൽ ബിഹേവ്ഡ് ചൈൽഡ്. അവന് നല്ല സ്വഭാവമാണ് ഉള്ളത്, നല്ല അനുസരണയുള്ള നല്ലൊരു കുട്ടിയായിരുന്നു അഗ്രിം. ഇൻ സ്കൂൾ he took part in all the extracurricular activities. In സ്കൂളില് he took part, അതായത് അവൻ പങ്കെടുത്തിരുന്നു ഇൻ ഓൾ ദ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഈ സ്റ്റഡീസ് പോയിട്ട് ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ സ്കൂളില് ഇപ്പോ എന്തായിരുന്നു, ഇപ്പോ ഇത് കൾച്ചറൽ ഫെസ്റ്റ് നടക്കാനായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം ഒക്കെ അയച്ചു തന്നില്ലേ, ഓരോ ഐറ്റത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞും കൊണ്ട്? അപ്പോ അയച്ചു തന്നോ? അയച്ചു തന്നു. ഓക്കെ, അപ്പോ അതുപോലെ അത് പങ്കെടുക്കാനായിട്ട് അതുപോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെല്ലാം ഈ ആരും പാർട്ട് ചെയ്യുമായിരുന്നു, അതായത് ആരും അതെല്ലാം പങ്കെടുക്കുമായിരുന്നു. ആരായിരുന്നു? അഗ്രിം പങ്കെടുക്കുമായിരുന്നു. All his teachers praised him. അവനെ എല്ലാ ടീച്ചേഴ്സും പ്രൈസ്ഡ്, അതായത് അവനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത്. അവനെ കുറിച്ച്, അവന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പ്രൈസ്ഡ് ഹിം, അവനെ എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. ബട്ട് there was one thing that no one liked about him. അവൻ നല്ല കുട്ടിയായിരുന്നു, പക്ഷെ അതില് there was one thing, ഒരു കാര്യം ഉണ്ടായിരുന്നു, that no one liked about him. അവന്റെ കാര്യത്തിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് നോക്കാം. He was never punctual. അതായത് അവൻ ഒരിക്കലും കൃത്യനിഷ്ഠത പാലിച്ചിരുന്നില്ല. അവൻ എപ്പോഴും എല്ലായിടവും ലേറ്റ് ആയിട്ടാണ് എത്തിയിരുന്നത്. അവൻ കൃത്യനിഷ്ഠത ഒരിക്കലും പാലിച്ചിരുന്നില്ല. അവൻ നല്ലൊരു കുട്ടിയാണ്, നല്ല സ്വഭാവമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കൃത്യനിഷ്ഠത അവൻ പാലിച്ചിരുന്നില്ല. ഹി വാസ് ഓൾവേസ് ലേറ്റ് ഫോർ എവറിത്തിങ്. അവൻ എല്ലായ്പ്പോഴും എവിടെയും ലേറ്റ് ആയിട്ടാണ് എത്താറുള്ളത്, അല്ലെങ്കിൽ എല്ലാത്തിനും ലേറ്റ് ആയിട്ടാണ് പങ്കെടുത്തിരുന്നത്. ഹി വാസ് ലേറ്റ് ഫോർ സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നത് ലേറ്റ് ആയിരുന്നു. ഹി വാസ് ലേറ്റ് ഫോർ ഹിസ് സ്പോർട്സ് പ്രാക്ടീസ്. അവന്റെ സ്പോർട്സ് പ്രാക്ടീസ്, നമ്മൾ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യണമല്ലോ, അപ്പൊ ആ പ്രാക്ടീസിനും അവൻ നല്ല ലേറ്റ് ആയിരുന്നു. ആൻഡ് ഹി റെയർലി ഫിനിഷ്ഡ് ഹിസ് വർക്ക് ഓൺ ടൈം. അവന്റെ വർക്കൊക്കെ ചെയ്ത് തീർക്കുന്നത് അവൻ റെയർലി, അതായത് വളരെ വളരെ പ്രയാസപ്പെട്ട, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് മാത്രമാണ് അവന്റെ ആ വർക്കുകളും എല്ലാം ചെയ്തു തീർത്തിരുന്നത്. അല്ലാതെ അവൻ കറക്റ്റായിട്ട് വർക്കുകളൊന്നും ചെയ്ത് തീർക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും മനസ്സിലായോ? മനസ്സിലായി സർ. Often he woke up late and missed his school bus. Often, മിക്കപ്പോഴും he woke up late, അവൻ താമസിച്ചാണ് എണീറ്റുകൊണ്ടിരുന്നത്.
and missed his school bus. അവന്റെ സ്കൂൾ ബസ്സും മിസ് ചെയ്യുമായിരുന്നു. സ്കൂൾ ബസ്സും അവന് കിട്ടത്തില്ലായിരുന്നു. എന്തുകൊണ്ടാ അവന് കിട്ടാത്തത്? എന്തുകൊണ്ടാ? കൃത്യസമയത്ത് ഇറങ്ങാത്തത് കൊണ്ട്. കൃത്യസമയത്ത് എണീക്കാത്തത് കൊണ്ട്, ഇറങ്ങാത്തത് കൊണ്ട്. ഓക്കെ. He reached school late, so he missed his class too. അവൻ സ്കൂളില് ലേറ്റായി എത്തുന്നത് കൊണ്ട് he reached school late. അവൻ സ്കൂളിൽ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. So he missed his class too. അവന്റെ ക്ലാസ്സും അവന് മിസ്സാവാറുണ്ടായിരുന്നു. Agrim's parents were tired of telling him how important it was to be punctual. Agrim's parents, അതായത് അവന്റെ പാരൻസ് were tired of telling. അവര് പറഞ്ഞു തളർന്നു. ഇപ്പൊ നിങ്ങളുടെ അടുത്തായാലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനൊക്കെ പറയുമ്പോൾ വീട്ടുകാർ എപ്പോഴും പറയത്തില്ലേ, ഇരുന്ന് പഠിക്ക്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പഠിക്കത്തില്ല. എല്ലാരും അല്ല കേട്ടോ, ചിലരെങ്കിലും പഠിക്കത്തില്ല. എന്നിട്ട് അപ്പൊ പേരൻസ് പറയത്തില്ലേ, ഞാൻ നിന്നോട് പറഞ്ഞു തളർന്നു എന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? ഉണ്ടോ? എല്ലാരും ചിരിക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവിടെയും അഗ്രിമിന്റെ പേരൻസും അവനോട് പറഞ്ഞു തളർന്നു. ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് വാസ് ടു ബി പഞ്ച്വൽ. അതായത് പഞ്ച്വൽ ആയിരിക്കേണ്ടത്, കൃത്യനിഷ്ഠ പാലിക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് അവന്റെ പാരൻസ് തളർന്നു. At times, his teachers would try to make him realize the importance of being on time, but nothing seems to work. അതായത് ആ സമയത്ത് at times, ആ സമയത്ത് തന്നെ his teachers, അവന്റെ ടീച്ചേഴ്സും would try to make him realize, അവനെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. ടീച്ചേഴ്സും അവനെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. എന്താ? the importance of being on time. ഈ ഇമ്പോർട്ടൻസ്, അതായത് ഈ സമയം പാലിക്കുക, അല്ലെങ്കിൽ കൃത്യസമയം പാലിക്കുക, ബീങ് പഞ്ച്വൽ ആയിരിക്കുക എന്നുള്ള കാര്യം പഠിപ്പിക്കാൻ ശ്രമിച്ചു. ബട്ട് നത്തിങ് സീം ടു വർക്ക്. അതായത് ഒന്നും നടന്നു കണ്ടില്ല. അതൊന്നും അവന്റെ കാര്യത്തിൽ വർക്കായില്ല. So his mother decided to teach him a lesson in punctuality. അങ്ങനെ ഇരിക്കെ അവന്റെ മദർ വിചാരിച്ചു, ഇവന് ഒരു പാഠം പഠിപ്പിക്കണം. ഇവന് പഞ്ച്വലാവണം, നല്ല കുട്ടിയാവണം. നല്ല കുട്ടിയാ, പക്ഷെ പഞ്ച്വലാവാൻ വേണ്ടിയിട്ട് ഇവന് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ആർക്ക് തോന്നി? ആർക്കാ തോന്നിയേ? അമ്മ തീരുമാനിച്ചത് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. That day, Agrim was very excited when he came back from school. ഒരു ദിവസം, that day, ആ ദിവസം Agrim was very excited. അവൻ വളരെ സന്തോഷത്തോടും അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലും ആയിരുന്നു. എവിടെ നിന്ന് വന്നപ്പോൾ? when he came from school. ഓക്കെ. അപ്പോ അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവൻ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു. അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു. The next day, his coach was going to select the junior cricket team in the school. എന്തുകൊണ്ടാണ് അവൻ സന്തോഷമായിരുന്നേ? The next day, അടുത്ത ദിവസം, his coach was going to select, അത് അവന്റെ കോച്ച് was going to select, അവരിൽ നിന്ന് ജൂനിയർ ക്രിക്കറ്റ് ടീമിലത്തേക്കുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കോച്ച് വാസ് ഗോയിങ് ടു സെലക്ട് ദ ജൂനിയർ ക്രിക്കറ്റ് ടീം ഇൻ ദ സ്കൂൾ. ആ സ്കൂളിൽ ജൂനിയർ ക്രിക്കറ്റ് ടീമിലെത്തിക്കുള്ള കുട്ടികളെ സെലക്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. സോ മദർ told Agrim to set his alarm clock for the morning so that he could get ready on time. അപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു, മദർ ടോൾഡ് അഗ്രിം, അമ്മ അവനോട് പറഞ്ഞു, ടു സെറ്റ് ഹിസ് അലാം ക്ലോക്ക്, അലാം ക്ലോക്ക് സെറ്റ് ചെയ്യുക, അലാം വയ്ക്കുക. എന്തിനാ അലാം വയ്ക്കുക? ഫോർ മോർണിംഗ്,
അപ്പൊ രാവിലത്തേക്ക് അലാം വെക്കുക. സോ ദാറ്റ് ഹി കുഡ് ഗെറ്റ് റെഡി ഓൺ ടൈം. അവന് നേരത്തെ എണീറ്റ് തന്നെ റെഡി ആവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അലാം വെക്കുക എന്ന് അവന്റെ അമ്മ അവനോട് പറഞ്ഞു. I am not going to wake you up tomorrow, she told Agrim. I am not going to wake you up. ഞാൻ നിന്നെ നാളെ വിളിച്ചുണർത്താൻ പോകുന്നില്ല. അതായത് ഞാൻ നിന്നെ വിളിച്ചുണർത്തത്തില്ല നാളെ. സോ യു ഹാവ് ടു വേക്ക് അപ്പ് യുവർ സെൽഫ്. അതായത് നീ സ്വന്തമായി തന്നെ എണീക്കണം. അതിനു വേണ്ടിയിട്ട് അലാം ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ എന്ന് പറഞ്ഞു. ഡോണ്ട് വറി മാ, ഐ വിൽ വേക്ക് അപ്പ് ഓൺ ടൈം. അമ്മ വിഷമിക്കണ്ട, അമ്മ എന്നെ വിളിക്കണ്ട, കുഴപ്പമില്ല. ഐ വിൽ വേക്ക് അപ്പ് ഓൺ ടൈം. ഞാന് ആ സമയത്ത് തന്നെ എണീക്കും, കൃത്യസമയത്ത് തന്നെ എണീക്കും. ഐ ഹാവ് സെറ്റ് ദ അലാം. ഞാന് അലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? അഗ്രിം കോൺഫിഡന്റ്ലി ടോൾഡ് ഹെർ. അഗ്രിം അവന്റെ അമ്മയോട് കോൺഫിഡന്റ് ആയിട്ട് പറയുകയുണ്ടായി. ഡോണ്ട് വറി മാ, ഐ വിൽ വേക്ക് അപ്പ് ഓൺ ടൈം. ഐ ഹാവ് സെറ്റ് ദ അലാം. The alarm rang in the morning at the set hour. അലാം കൃത്യസമയം, അടുത്ത ദിവസം രാവിലെ ആയി. അപ്പോൾ കൃത്യസമയത്ത് തന്നെ അലാം അടിച്ചു. അറ്റ് ദ സെറ്റ് അവർ, അതായത് എത്ര മണിക്കാണോ അലാം വെച്ചിരുന്നത് കൃത്യമായിട്ട് തന്നെ അലാം അടിച്ചു. പക്ഷേ what happened? Agrim turned it off and went back to sleep. Agrim turned it off, അതായത് അതിനെ ഓഫ് ചെയ്തു. ഓണായിരുന്ന അലാമിനെ ഓഫ് ചെയ്തു വെച്ചു. ആൻഡ് went back to sleep. അവൻ എന്നിട്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു. രാവിലെ ഇത് മടി കാരണം അവൻ എണീക്കാതെ അലാം ഓഫ് ചെയ്ത് വെച്ചു, എന്നിട്ട് വീണ്ടും കിടന്നു. His mother knew that Agrim would be late for school. അവന്റെ അമ്മയ്ക്ക് അറിയായിരുന്നു, മദർ ന്യൂ ദാറ്റ് അഗ്രിം വുഡ് ബി ലേറ്റ് ഫോർ സ്കൂൾ. അവന്റെ അമ്മയ്ക്ക് അറിയായിരുന്നു അവൻ ഇന്ന് സ്കൂളിൽ പോകാനായിട്ട് ലേറ്റ് ആവും എന്ന്. സ്റ്റിൽ ഷീ വാണ്ടഡ് ഹിം ടു ലേൺ ഹിസ് ലെസൺ ഇൻ പഞ്ച്വാലിറ്റി. എന്നാലും അവന്റെ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഷീ വാണ്ടഡ് ഹിം ടു ലേൺ. അവൻ എന്ത് ലെസൺ പഠിക്കണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു? അവന്റെ അമ്മയ്ക്ക് എന്ത് ലെസൺ ആയിരുന്നു? എന്താ പഠിപ്പിക്കാൻ നോക്കിയേ? താമസിക്കാതെ എല്ലാ സ്ഥലത്തും പോകണം. അതാണ് പഞ്ച്വാലിറ്റി. അപ്പൊ പഞ്ച്വാലിറ്റി, താമസിക്കരുത് എന്നുള്ള പഞ്ച്വാലിറ്റി എന്നുള്ള ലെസൺ അവർ പഠിക്കണമെന്ന് അവന് ഉണ്ടായിരുന്നു. അഗ്രിം woke up an hour late. Agrim woke up an hour late. അതായത് അഗ്രിം എണീറ്റത് എത്ര സമയം വൈകിയാണ്? 1 മണിക്കൂർ വൈകിയാണ്. 1 hour later. അതായത് 1 hour കഴിഞ്ഞാണ് അഗ്രിം എണീറ്റത്. He was very late. അവൻ നല്ല ലേറ്റ് ആയിരുന്നു. He rushed for his bath, got ready and ran to the bus stop. He rushed for his bath. അവൻ പെട്ടെന്ന് തന്നെ കുളിക്കാനായിട്ട് പോയി. got ready, പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങി. അവൻ റെഡിയായി സ്കൂളിൽ പോകാനായിട്ട്. and ran to the bus stop. അവൻ ബസ് സ്റ്റോപ്പിലത്തേക്ക് ഓടി. അതായത് ബസ്സിന് വേണ്ടിയിട്ട്, സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട് അവൻ ഓടി. ബട്ട് the bus had already left. എന്നാൽ ബസ് ആ സമയം കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. ബസ് അവിടെ ഉണ്ടായിരുന്നോ? ബസ് ഉണ്ടായിരുന്നോ? ഇല്ല, ബസ് നേരത്തെ തന്നെ പോയിരുന്നു. അഗ്രിം had no choice but to walk down to the school. അഗ്രിമിന് വേറെ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവന് നടക്കേണ്ടി വന്നു. He had to walk down. Walk down means നടക്കുക, നടന്നു പോവേണ്ടി വന്നു. കാരണം അവന്റെ ബസ് അവന് മിസ്സായി. By the time he reached school, അതായത് അവൻ സ്കൂളിൽ പതുക്കെ നടന്നാണ് അവൻ എത്തിയത്. അവൻ നടന്ന് സ്കൂളിൽ എത്തിയപ്പോഴേക്കും he found that, അവൻ മനസ്സിലാക്കി, the cricket team had already been chosen. അതായത് അവൻ സന്തോഷത്തോടെ ഇന്നലെ തലേ ദിവസം പോയി കിടന്ന എന്തിനാ? അടുത്ത ദിവസം ക്രിക്കറ്റ് ടീമെ സെലക്ട് ചെയ്യും, അവനും പങ്കെടുക്കാം എന്നാണ് അവൻ പോയി കിടന്നത്. പക്ഷേ അവൻ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും അവൻ മനസ്സിലാക്കി ക്രിക്കറ്റ് ടീമിനെ
നേരത്തെ തന്നെ എടുത്തു. കാര്യം അവൻ ലേറ്റ് ആയതുകൊണ്ട് അവന് ആ സെലക്ഷന് പങ്കെടുക്കാൻ പറ്റിയില്ല. അവനപ്പോൾ ആ ടീമിൽ കയറാൻ പറ്റിയില്ല. ക്രിക്കറ്റ് ടീമിനെ അവര് ഓൾറെഡി ആ കോച്ച് നേരത്തെ സെലക്ട് ചെയ്തു. നേരത്തെ വന്ന പിള്ളേരുമായിട്ട് കോച്ച് സെലക്ട് ചെയ്തു. പഞ്ച്വൽ ആയിരുന്നവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി, അവനത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഹി ഹാഡ് മിസ്ഡ് ബീയിങ് സെലക്ടഡ്. അവനപ്പോ അവനെ സെലക്ട് ചെയ്തില്ല. അപ്പോ അവൻ ലേറ്റ് ആയതുകൊണ്ട് അവന് അവനത് മിസ്സായി പോയി. ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന് അവൻ മിസ്സായി. ഹി വാസ് ലേറ്റ്. അവൻ ലേറ്റ് ആയിരുന്നു. ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. അതോടുകൂടെ അവന് മനസ്സിലായി, അവന്റെ മിസ്റ്റേക്ക് മനസ്സിലായി. എന്ത് മിസ്റ്റേക്കാ മനസ്സിലായേ? എന്ത് മിസ്റ്റേക്കാ മനസ്സിലായേ? വിഷ്ണു എന്താ പറയ്. നേരത്തെ എണീക്കണം. വേറെ ആരോ എന്ത് മിസ്റ്റേക്കാ മനസ്സിലായേ? നേരത്തെ എല്ലാം ചെയ്യണം. സതീഷ് ആർ.എസ് നടക്കുന്ന പേരെന്താ? ശിവന്യ. ഓക്കെ, ശിവന്യ. ഓക്കെ, അപ്പോ നേരത്തെ എണീക്കണം, നേരത്തെ ഒരു സ്ഥലത്തെത്തണം. അതായത് പഞ്ച്വാലിറ്റി എന്ന ലെസൺ അവൻ പഠിച്ചു. അപ്പൊ എന്താ പഠിച്ചത്? പഞ്ച്വാലിറ്റി. അപ്പൊ ബി പഞ്ച്വൽ, ഓൾവേസ് ബി പഞ്ച്വൽ, അതാണ് അവൻ പഠിച്ചത്. സോ ദാറ്റ് ഡേ ഹി പ്രോമിസ്ഡ് ഹിംസെൽഫ് ദാറ്റ് ഹി വുഡ് നെവർ ബി ലേറ്റ് അഗെയിൻ. അതായത് ആ ദിവസം, അന്നത്തോടുകൂടെ അവൻ സ്വയമായിട്ട് തന്നെ പ്രോമിസ് ചെയ്തു, അവൻ സ്വയമായിട്ട് തന്നെ പറഞ്ഞു, he would never be late again. അവൻ ഒരിക്കലും ലേറ്റ് ആവത്തില്ല. അവൻ ഇനി ഒരിക്കലും അവന്റെ ജീവിതത്തില് അവൻ ഒരിക്കലും ലേറ്റ് ആവത്തില്ല എന്നൊരു തീരുമാനം അവൻ അന്ന് എടുത്തു. കഥ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതായാലും വാക്കിന്റെ മീനിങ് മനസ്സിലായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാക്കിയുള്ളവര് ആരോ? കീർത്തി, ദാസ്, ദാസ്, എന്താ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി തന്നെയാ? മനസ്സിലായി. ഓക്കെ, അപ്പോ നമുക്കിത് ഒരിക്കൽ ഒന്ന് വായിക്കണം. വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അപ്പോ ആരാദ്യം തുടങ്ങും? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് ഇത് വായിക്കണോ, അതോ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ നോക്കണോ? എങ്ങനെ വേണം? ആദ്യം വായിക്കുന്നോ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുന്നോ? ഓക്കെ, വായിച്ചോ. അപ്പൊ ആരാദ്യം തുടങ്ങും? ഓക്കെ, വിഷ്ണുപ്രിയ തുടങ്ങി. ഓക്കെ, അടുത്ത രണ്ടാമത് പറഞ്ഞത് ആരാ? ഓക്കെ, അപ്പൊ അത് ആദ്യം വിഷ്ണുപ്രിയ വായിക്കുക, അടുത്ത പാരഗ്രാഫ് കീർത്തി വായിക്കണം, കേട്ടോ? ഓക്കെ, വിഷ്ണുപ്രിയ വായിക്കും. വിഷ്ണുപ്രിയ വായിച്ചു. ഓക്കെ. Agrim was an obedient boy. He was good and at നോക്കി വായിക്കും, ശ്രദ്ധിച്ച് വായിക്കും. at sports as well as studies. He was a well behaved child. In school
he took part in all the extracurricular activities. Extra വായിച്ചത് extra curricular curricular അത് CURRICULAR. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ നോക്കുമ്പോ CU കുരിക്കുലർ എന്നാണോന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. പക്ഷെ അങ്ങനെയല്ല, കരിക്കുലർ. CU ആണെങ്കിലും വായിക്കുന്നത് കരിക്കുലർ, CA ആണ്. കരിക്കുലർ എന്ന് നമ്മളിങ്ങനെ വായിക്കും. എഴുതുമ്പോൾ CU എഴുതും കേട്ടോ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഓക്കെ. activities. All his teachers praised him, but there was one thing that one liked. No one. ഓണല്ല. No one. No one liked about him. He was never punctuality. Punctual. നോക്കി വായിക്കേ. Punctual. Punctual. He was always late. 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 ATE. Late. Late For school. for school. He was late for him His. his sports Practice. He rarely finished his work on Time. മതി. അടുത്ത കീർത്തി. അൺമ്യൂട്ട് ചെയ്തിട്ട്. Often he woke up late and missed his school bus. He reached school late, so he missed his class too. Agreem's parents were tired of telling him how important it was to be punctual. At times, his teacher could try to make him realize the important. Make him. This അല്ല him. Make him realize. Make him realize the importance of bending of time. But seemed to work, so his mother decided to teach him a lesson in punctuality. That day, Agreem was very excited when he came back from school. The next day, his coach was going to select the junior cricket team in the school. Mother told Agreem to set his alarm. Alarm. He set his alarm clock for the morning so that he could get ready on time. I am not going to wake you up tomorrow. Okay. അടുത്ത ആരാ വായിക്കുക? വായിക്ക. Then he came back.
The next day, his coach was going to select the junior cricket team in the school. Mother told Agni to set his alarm clock for the morning so that he could get ready on time. സാർ ഒന്നും കേട്ടൂടാ. ഓക്കെ, കുഴപ്പമില്ല. അത് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അടുത്ത ആര് വായിക്കും? ഓക്കെ, അടുത്ത ആര് വായിക്കും? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാവോ? ഓക്കെ, ഓക്കെ. ആരാ അടുത്ത് വായിക്കുന്നേ? തന്മയാ വായിക്കേ. I am not going to wake up Going to. tomorrow. She don't agree. Did Don't worry, ma. Don't worry, Mom. I will wake up on time. I have set the alarm. Agree. Confident Told his the alarm rang in the in the morning at the set hour. Agree. Turned it off and went back to sleep. His mother knew that knew that agreed would എന്ന് വായിക്കും. would വായിക്കും. ആ വാക്ക് വായിക്കേ. കേട്ടില്ല സർ. ആ വാക്ക് വായിക്കേ. അഗ്രിം would. Be late for that agree word വായിക്കേ. by late of be late. Be late of school. Then she wanted him to learn his lessons in punctuality. Agree
woke up at 4 woke up an hour late. അടുത്ത ബാക്കി നിതിൽ ദാസ് വായിച്ചേ. അത് അൺമ്യൂട്ട് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്തിട്ട്. വായിക്കേ. He was very late. He was very late. He rushed for his bath, got ready and ran to the bus stop. But the bus had already left. Agrim had no choice but to walk down to the school. By the time he raced school, he found that the cricket team had already been he had missed being selected. He was late. He realized his mistake. That day, he promised himself that he would never be late again. He would. Okay. അപ്പോ ഈ ചാപ്റ്റർ മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് കാര്യമുണ്ട്. ഫസ്റ്റ് നോക്കി അണ്ടർസ്റ്റാൻഡ് ദ തോട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. വി ഹാവ് സോ മെനി തിങ്സ് ടു ഡു ഇൻ എ ഡേ. നമ്മൾ ഒരു ദിവസം നമ്മുടെ ധാരാളം, ഫസ്റ്റ് പേജിലുള്ളതാണ്, നമുക്ക് ഒരു ദിവസം ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇഫ് യു ആർ ലേറ്റ് ഇൻ എനി വൺ ഓഫ് ദം the rest also get delayed. അതായത് ഈ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിലേതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ലേറ്റ് ആവും, ഡിലേ ആവും. It means that we must learn to manage our time in such a way that we do everything on time. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഓൺ ടൈമിൽ, അതായത് കൃത്യസമയത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. If we are punctual, then we will be able to finish all our work on time. നമ്മൾ പഞ്ച്വൽ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർക്കുകളും ഓൺ ടൈമിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഫസ്റ്റ് ആൻസർ നോക്കാം. Take the right answer. First one. We will be able to finish all the work on time. Answer. If A എന്ന് പറയുന്നത് if we are late in any one of them, if we are punctual, if we have an alarm clock. അപ്പൊ ഇതിൽ ഏതുണ്ടെങ്കിലാ നമുക്ക് നമ്മുടെ വർക്ക് എല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുന്നത്? If we are punctual. Okay. അടുത്ത. His coach was going to select dash junior hockey team, cricket team and junior football team. ഏത് ടീമാണ് അവന്റെ കോച്ച് സെലക്ട് ചെയ്യുന്നത്? cricket team. Agrim woke up dash half an hour late, 15 minutes late, an hour late. 1 hour. 1 hour. അതായത് an hour late. An hour late. Right. Okay. ചാർജ് തീർന്നിട്ടില്ല. ഇനി ചാർജ് തീരാൻ സമയമുണ്ട്. ചാർജ് തീർന്നിട്ടില്ല. നീ ക്ലാസ്സിലിരുന്നു. അടുത്ത ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. Agrim was an dash and a dash child. എന്തൊക്കെയാ?
Agrim was a dash and a dash child. നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് നോക്കിക്കേ. Obedient. Agrim was an obedient child and a dash child. എന്തുവാ രണ്ടാമത്തെ വരി നോക്കിയേ, സെക്കൻഡ് ലൈൻ നോക്കിയേ. He was a well-behaved child. Yeah, അതായത് he was a obedient child and a well-behaved child. അടുത്ത്, Agrim took part in all the dash activities. Agrim took part, അവൻ പങ്കെടുത്തിരുന്നു. എന്ത് ആക്ടിവിറ്റീസിലാണ് അവൻ പങ്കെടുത്തിരുന്നത്? സാർ ആദ്യത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയോ? Okay, fill in the blank. Agrim was a സാർ 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 ആരാ വിളിക്കുന്നേ? സാർ കീർത്തി, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ആദ്യത്തെ ആൻസർ എന്ന് പറയോ? ഓക്കെ, അതായത് കീർത്തി ഫസ്റ്റ് എത്തത് Agrim was an dash and a dash child. അതായത് Agrim was an obedient and is a obedient. ഫസ്റ്റ് ഫിൽ ചെയ്യേണ്ട obedient and a well-behaved child. Well-behaved child. Well-behaved child. എന്നാൽ ഞാനതിന്റെ ആൻസർ അയക്കുന്നത് പേടിക്കണ്ട കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ Agrim took part in all the dash activities. എന്ത് ആക്ടിവിറ്റീസ്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമ്മുടെ ടെക്സ്റ്റിന്റെ മൂന്നാമത്തെ ലൈൻ നോക്കിയേ, ഫസ്റ്റ് പാരഗ്രാഫ് മൂന്നാമത്തെ ലൈൻ നോക്കിയേ, അത് രണ്ടാമത്തെ ലൈനിന്റെ അവസാനം. He took part in all the extracurricular activities. Agrim reached his class of 2. Question. Agrim reached school dash, so he missed his class 2. എന്താ അവൻ എങ്ങനെ എപ്പോ എത്തിയത് കൊണ്ടാ അവന്റെ ക്ലാസ്സുകളും കൂടെ മിസ്സായത്? Agrim reached school. Mother told Agrim to set his alarm clock for the morning. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Agrim reached school dash, so he missed his class 2. അവൻ നേരത്തെ എത്തിയോ താമസിച്ചെത്തിയോ സ്കൂളില്? So answer is late. So Agrim reached school late, class 2. അടുത്ത മൂന്നാമത്തെ ആൻസർ എന്താ? late. ആ സെക്കൻഡ് പാരഗ്രാഫിലുണ്ട് he reached school late, so he missed his class 2. ഈ ഫസ്റ്റ് പേജിന്റെ, അതായത് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിന്റെ ലാസ്റ്റത്തെ ലൈൻ നോക്കിയാൽ മതി, ലാസ്റ്റത്തെ രണ്ട് വരി. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. Mother told Agrim to set his dash for the morning. Alarm. അവിടെ ഇരുന്ന് അല്ല, അത് ആരാ പറഞ്ഞു തന്നെ അലാം എന്നുള്ള ആ ഒരു ആൻസർ? അല്ല പറഞ്ഞേ, ഞാൻ വായിച്ചു കണ്ടുപിടിച്ചതാ. അത് പറയാൻ എന്താ ഇത്ര മടി, സംശയം? അല്ല, അല്ലെങ്കിൽ മാത്രമല്ല, ആരായാലും നമ്മൾ ഒരു കാര്യം പറയുമ്പോ അത് ധൈര്യത്തോടെ അങ്ങ് പറയണം. നമ്മൾ തെറ്റോ ശരിയോ, അല്ല നമ്മളെല്ലാം പഠിക്കാനല്ലേ വന്നിരിക്കുന്നത്, അല്ലാതെ എല്ലാരും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങ് ധൈര്യമായിട്ട് അങ്ങ് പറയണം.
തെറ്റിപ്പോയാലും തെറ്റി, നമ്മൾ വീണ്ടും പഠിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. Okay. Mother told Agrim to set his dash for the morning, alarm for the morning. 5. Agrim had no choice but dash to the school. Agrim had no choice but dash to the school. അതായത് അതിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അവൻ ലേറ്റ് ആയിട്ട് എണീറ്റു, ലേറ്റ് ആയിട്ട് റെഡിയായി, അത് കഴിഞ്ഞ് പോയപ്പോ അവന്റെ ബസ് മിസ്സായിരുന്നു. അപ്പോൾ അവന് അഗ്രിം ഹാഡ് നോ ചോയ്സ് ബട്ട് എങ്ങനെയാണ് പോവേണ്ടി വന്നത് സ്കൂളിലോട്ട്? അപ്പൊ അവിടെ എന്ത് വാക്കാ വരേണ്ട? വാക്ക് ഡൗൺ. അതായത് വാക്ക് ഡൗൺ, നടന്നു പോവേണ്ടിയാണ് വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? What was the thing that no one liked about Agrim? എന്തായിരുന്നു അഗ്രിമിന്റെ കാര്യത്തില് ആർക്കും ഇഷ്ടമില്ലായിരുന്നത്? എന്തായിരുന്നു? അവൻ ലേറ്റ് ആയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. അതായത് ലാക്ക് ഓഫ് പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി അവന് ഇല്ലായിരുന്നു. ഹി വാസ് നോട്ട് പഞ്ച്വൽ. That's why no one liked him. No one liked him. That character, that particular character, no one liked him. അടുത്ത. What did his mother decide? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. What did his mother decide? അവന്റെ അമ്മ എന്താ തീരുമാനിച്ചേ? ശിവനെ പറഞ്ഞേ. സർ എനിക്കറിയാം. വെയിറ്റ് ശിവനെ പറയോ നോക്കട്ടെ. ശിവനെ പോയോ? ശിവനെ പോയെന്ന് തോന്നുന്നു. ഓക്കെ, വിഷ്ണുപ്രിയ പറഞ്ഞോ. അവന്റെ അമ്മ ഒരു പാഠം പഠിപ്പിക്കണം. എന്ത് പാഠം പഠിപ്പിക്കാനായിരുന്നു? രാവിലെ എഴുന്നേക്കണം. രാവിലെ എണീക്കണം, അതായത് പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി എന്ന് പറയുന്ന പാഠം. അപ്പൊ ആ ഒരു പഞ്ച്വൽ എന്നുള്ള ആ ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ എന്നാലേ ആ ഒരു വാക്ക് മനസ്സിൽ കിടക്കത്തുള്ളൂ. അതാ പറയാം, പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി എന്ന പാഠം പഠിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അടുത്തത്. ഹൗ ഡിഡ് അഗ്രിം റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്? തന്മയ പറഞ്ഞേ. ഹൗ ഡിഡ് അഗ്രിം റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്? അവൻ എങ്ങനെയാണ് അവന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയത്? എങ്ങനെയായിരുന്നു? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയ്. ഞാൻ കുറച്ച് പറഞ്ഞല്ലോ, തെറ്റായാലും കുഴപ്പമില്ല, പറയുക. മനസ്സിലായത് പറഞ്ഞാൽ മതി. പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? എങ്ങനെയാണ് അവന്റെ മിസ്റ്റേക്ക് മനസ്സിലായത്? അവൻ എപ്പോഴാണ് മിസ്റ്റേക്ക് മനസ്സിലായത്? ലേറ്റ് ആയിട്ട് എവിടെ വന്നപ്പോ? സ്കൂളിൽ. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ വന്നപ്പോ അവൻ എന്തോ ഒന്ന് നഷ്ടമായി. എന്താണ് നഷ്ടമായത്? അവന്റെ ക്ലാസ് ആണോ? അല്ലാതെ അവൻ അടുത്ത് ലേറ്റ് ആയി വന്നപ്പോ അവൻ എന്തോ ഒരു സെലക്ഷന് വേണ്ടിയിട്ടാണ് വന്നത്. എന്ത് സെലക്ഷൻ വേണ്ടിയിട്ടായിരുന്നു? അപ്പോ അങ്ങനെ അവന്റെ ആ ഒരു ചാൻസ് നഷ്ടമായപ്പോഴാണ് അവന് മനസ്സിലായത്. ബിക്കോസ് he has missed being selected in the cricket team. Then he realized he was late and he should not be ever late for anywhere. Otherwise he will lose his chances again. അതായത് അവൻ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ, എല്ലായിടും ലേറ്റ് ആയി കഴിഞ്ഞാൽ അവന്റെ പിന്നീടുള്ള അവസരങ്ങളെല്ലാം നഷ്ടമാവും. അതുകൊണ്ട് ഒരിക്കലും ലേറ്റ് ആവാൻ പാടില്ല എന്ന് അവന് മനസ്സിലായി. ഓക്കെ, അടുത്തത്. വാട്ട് ഡിഡ് ഹി പ്രോമിസ് ഹിംസെൽഫ്? അത് പറയേണ്ടത് ഇതുവരെ പറയാതെ. ശിവന്യ
What did he promise himself? അവനോട് തന്നെ ഒരു അവസാനം ഒരു പ്രോമിസ് ചെയ്തു. എന്തായിരുന്നു അത്? എന്നും കൃത്യസമയത്ത് എല്ലാം ചെയ്യണം. എന്നും കൃത്യസമയത്ത് എല്ലാം ചെയ്തു. So he promised himself that he would never be late again. അതായത് he will be punctual and he will never be late again. What did you learn from the story? എന്തായി ഈ കഥയിൽ നിന്ന് നിങ്ങൾ പഠിച്ചത്? എല്ലാം കൃത്യസമയത്ത് ചെയ്തു വെക്കണം. എല്ലാം കൃത്യസമയത്ത് ചെയ്യണം. അതായത് ബി പഞ്ച്വൽ, ഓൾവേസ് ബി പഞ്ച്വൽ, പഞ്ച്വാലിറ്റി കീപ് ചെയ്യണം എന്നതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. മനസ്സിലായോ? ചാപ്റ്ററിൽ ഇനി എന്താ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററില്? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ 5 പ്രാവശ്യം വായിക്കുക. 5 പ്രാവശ്യം ഉറച്ച് നിങ്ങളുടെ പാരന്റ്സിന്റെ മുമ്പിൽ വെച്ച് വായിക്കുക. വായിച്ചതിന് ശേഷം 5 പ്രാവശ്യം വായിച്ചു എന്ന് സൈൻ ചെയ്തിട്ട് അതിനെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. കേട്ടല്ലോ? 5 പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രം. അതിൽ എഴുതണം 5 times എന്ന് എഴുതി 5 times read എന്ന് എഴുതിയതിന് ശേഷം സൈൻ ചെയ്യിക്കുക. കേട്ടല്ലോ? കേട്ടോ? വിഷ്ണുപ്രിയ ഇങ്ങനെ ആലോചിക്കണം, അയ്യോ ഇനി സൈനൊക്കെ ചെയ്യിക്കണമല്ലോ, വായിക്കണമല്ലോ എന്നല്ലേ വിഷ്ണുപ്രിയ? കുഴപ്പമില്ല, 5 പ്രാവശ്യമല്ലേ ഉള്ളൂ. ഇപ്പോ ഇന്ന് നിങ്ങള് ഒരു ചാപ്റ്റർ 5 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്തൊരു സമയം കിട്ടുന്ന സമയത്ത് അടുത്ത ചാപ്റ്റർ വായിക്കുക. കാരണം നമ്മൾ 2 ചാപ്റ്റർ ഇന്നലെ ഇന്നും കൂടെ തീർത്തില്ലേ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. അത് 5 പ്രാവശ്യം വെച്ച് വായിക്കുക, എല്ലാവരും വായിക്കുക. എന്നിട്ട് അതിനെ എനിക്ക് എടുത്ത് അയച്ചു തരണം, ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ, 3-ാമത്തെ ചാപ്റ്റർ മാത്രം വായിച്ചാൽ മതി, അത് എല്ലാ ചാപ്റ്ററും 5 തവണ വായിക്കണോ? ഇപ്പൊ ഇന്നലത്തെ 2-ാമത്തെ ചാപ്റ്റർ വായിക്കണം, 3-ാമത്തെ ചാപ്റ്റർ വായിക്കണം. അതായത് ഇന്നിപ്പോ ഒരു ചാപ്റ്റർ വായിക്കുക, 5 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് അടുത്തിന് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് അടുത്ത ചാപ്റ്റർ വായിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ 1-ാമത്തെ ചാപ്റ്ററും വായിച്ചോ, കുഴപ്പമില്ല. എത്രത്തോളം വായിക്കും അത്രയും നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ 2-ാമത്തെയും 3-ാമത്തെയും ചാപ്റ്റർ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. ഓക്കെ, അത്ര തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ന് പഠിക്കാനുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? So can we wind up the class? നമ്മൾ ക്ലാസ് നിർത്താവോ?